ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ പണിയായുധങ്ങളുമായിട്ട് ഇറങ്ങിയേക്കുവാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു തെങ്ങുണ്ട്. അപ്പോൾ ആ ഒരു തെങ്ങിൻ്റെ ചുവട് നമ്മൾ ഇൻ്റർലോക്കിനകത്താണ് ഈ ഒരു തെങ്ങ് നിൽക്കുന്നത്. അപ്പം ആ ഒരു തെങ്ങ് നിൽക്കുന്ന ആ കുറച്ച് ഭാഗത്ത് കുറച്ച് മണ്ണുണ്ട് കേട്ടോ. ആ മണ്ണ് കാണാത്ത രീതിയിലാണ് കേട്ടോ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഈ ഒരു പുല്ല് പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ആ പുല്ല് പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ ഇന്ന് വൃത്തിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു പുല്ല് പിടിപ്പിച്ചേക്കുന്നത് പെട്ടെന്ന് തന്നെയാണ് കേട്ടോ വളർന്ന് കിട്ടുന്നത്. അപ്പം നമ്മൾ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ പുല്ല് നമ്മൾ എവിടെയാണോ വെച്ചേക്കുന്നത് അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ വേരൊക്കെ ഇറങ്ങിയിട്ട് ഇൻ്റർലോക്കിൻ്റെ തണ്ട് ഈ ഒരു ഭാഗത്തെല്ലാം ഇതിൻ്റെ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ കിളർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഇതൊന്ന് നല്ല ഷേപ്പിലൊക്കെ ഒന്ന് ആക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്ര നല്ല ഷേപ്പിലൊന്നും ആക്കാനൊന്നും എനിക്കറിയില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് ആക്കാമെന്ന് വിചാരിച്ച്. ഇതിനകത്ത് ടെർട്ടിൽ വൈൻ്റെ ഒക്കെ ഒരു ചെറിയ കഷ്ണമൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നേരത്തെയൊക്കെ ഇവിടെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ കഷ്ണങ്ങൾ വീഴുന്നതൊക്കെ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ പടർന്ന് കളിക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആ ചെടികളൊക്കെ കണ്ടോ, പൂക്കളൊക്കെ ഉള്ളത്, അതൊക്കെ തന്നെ വീണ് കിളിർത്ത് വരുന്നതാണ് കേട്ടോ, നമ്മൾ നട്ടിട്ടുള്ളതൊന്നുമല്ല. അടുത്ത സമയത്ത് ഈ പുല്ലൊക്കെ ഇങ്ങനെ നിന്നപ്പോൾ ഉണ്ടല്ലോ, ഞാനിതെല്ലാം ഒന്ന് വെട്ടിപ്പറിച്ച് കളഞ്ഞതാണ് കേട്ടോ. ഇതിങ്ങനെ നിർത്തണ്ട എന്ന് വിചാരിച്ച് വലിച്ചു പറിച്ച് കളഞ്ഞതാണ്. അതെല്ലാം ഒന്ന് വലിച്ചു പറിച്ച് കളഞ്ഞപ്പോഴാണ് കേട്ടോ അതവിടെ നിന്നതിൻ്റെ ഒരു പ്രാധാന്യവും ഒരു ഭംഗിയും എനിക്ക് മനസ്സിലായത്. പിന്നെ അതൊന്ന് പെട്ടെന്ന് കിളർത്ത് വരണേന്നായിരുന്നു. എന്തായാലും മഴയൊക്കെ ആയപ്പോഴും നല്ല രീതിയിൽ അതൊന്ന് കിളർത്ത് വന്നിട്ടുണ്ടേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താലേ അത് കാണാനായിട്ടൊരു ഭംഗിയുള്ളൂ കേട്ടോ. ഇതിനകത്തൊരു തൊട്ടാവാടിയും കിളർത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയായതുകൊണ്ട് ഞാനത് അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്, ആ ഒരു തൊട്ടാവാടിയും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നിൽക്കുന്ന കുഞ്ഞു ചെടികളൊക്കെ അവിടെ തന്നെ നിർത്തിയേക്കുകയാണ്. നിറയെ പൂക്കളൊക്കെ ഉണ്ടതുകൊണ്ട് അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചേ. ഈ ചെടിയിലാണെങ്കിലുണ്ടല്ലോ ഒരുപാട് കളറിലെ പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ പല കളറിലെ പൂക്കൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇത് ഒരുമിച്ചിങ്ങനെ കിളർത്ത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണേ. അപ്പം നമ്മുടെ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാനത് കണ്ട് ഒരു ചെടിച്ചട്ടിയിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെടിയൊക്കെ നടാൻ വേണ്ടിയിട്ട് കുറച്ച് കരിയിലയും ഇതുപോലെയൊക്കെ കിട്ടുന്ന പുല്ലും ഒക്കെ ഞാനിങ്ങനെ ചെടിച്ചട്ടിയിലൊക്കെ ആക്കി വെക്കാറുണ്ട്. അപ്പം നമ്മുടെ ലാസ്റ്റ് താണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു പുല്ല് തെങ്ങിൻ്റെ ചുവട്ടിൽ ആയേക്കുന്നത്. അപ്പോൾ കാണാൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. കുറച്ച് നേരം മെനക്കെട്ടാൽ എന്താ, ചുമ്മാ ഇങ്ങനെ വട്ടം കറങ്ങി കാണാൻ തന്നെ ഒരു രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ പൂക്കളും കൂടി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അത് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.